അന്ത്യത്താഴ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. യേശുദേവൻ തന്റെ അപ്പസ്തോലന്മാരുമൊത്ത് കഴിച്ച അന്ത്യ അത്താഴത്തിന്റെ അനുസ്മരണമായ പെസഹ ആചരണം കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകളോടെ നടന്നു. ഇരിങ്ങാലക്കുട താഴേക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പെസഹ ദിന കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായിരുന്നു. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയും മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്തയും കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും നേതൃത്വം നൽകി. ഗുജറാത്തിലെ ബറോഡ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പെസഹ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർ തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യാക്കോബായ സഭയുടെ അങ്കമാലി മൂക്കന്നൂർ സെയിന്റ് ജോർജ് സെഹിയോൻ പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് ഡോക്ടർ എബ്രഹാം മോർ സേവേറിയോസ് മെത്രാപ്പൊലീത്തയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. റിപ്പോർട്ടർ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.